തൃശൂർ കുന്നംകുളം സ്വദേശിയായ സന്യാസിയെ തെലങ്കാനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ഷിബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിൽ മരിച്ചത്. തെലങ്കാന റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരികെയുള്ള യാത്രയിൽ താൻ അപകടത്തിലാണെന്ന് പറഞ്ഞ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഈ ശബ്ദ സന്ദേശം തന്നെയാണ് സംഭവത്തിലെ ദുരൂഹത ഏറ്റുന്നത്. തെലങ്കാന ഖമ്മത്താണ് സംഭവം. റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ജൂൺ 28-നാണ് കുടുംബം മരണവിവരം അറിയുന്നത്. ട്രെയിനിൽ വെച്ച തലേന്ന് ഷിബിൻ നാട്ടിലുള്ള സുഹൃത്തിനെ വിളിച്ച ഫോൺ സംഭാഷണം സംശയത്തിന്റെ ആക്കം കൂട്ടി. ഇത് ഒരു വലിയ ഗ്യാങ്ങാണ്. മുന്നേ ഇതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ മരണം ഉണ്ടായിട്ടില്ലേ, അതുപോലുള്ള ഒരു ഗ്യാങ്ങാണ് ഇത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. കേരളത്തിലേക്കല്ലേ ഇപ്പൊ ട്രെയിൻ പോകുന്നത്? ഭഗവാൻ മാത്രമല്ല രക്ഷിക്കാൻ, വേറെ ആരുമില്ല. റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ അസ്വാഭാവികമായ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബം. നമ്മൾ വിചാരിച്ചത് ഒരു സാധാരണ ട്രെയിനിൽ നിന്നുള്ള ഒരു വീഴ്ചയിലുണ്ടായ സംഭവമാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. ബ്രഹ്മാനന്ദഗിരിയുടെ ഒരു കൂട്ടുകാരൻ ലാൽ ശാന്തി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ കുന്നംകുളം ഭാഗത്തുണ്ട്. പുള്ളിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ബോഗിയിൽ എന്തോ ഒരു ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായി, എൻ്റെ ജീവിതത്തിന് തന്നെ അപകടമാണെന്നുള്ള രീതിയിലാണ് മൂപ്പര് ആ ഒരു മെസ്സേജ് വിട്ടിട്ടുള്ളത്. നിലവിൽ റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും SP-ക്കും പരാതി സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഷിബിന്റെ കുടുംബം. 24 തൃശൂർ.